എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഈ വർഷത്തെ അവസാനത്തെ വ്ലോഗാണ് കേട്ടോ ഇത്. ഇനി നാളെ പുതിയ വർഷം തുടങ്ങാണ്. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ പല്ലെടുക്കാൻ പോവാണ് കേട്ടോ. എന്റെ ദൈവമേ, ഭയങ്കര സന്തോഷമുണ്ട്, ടെൻഷനും ഉണ്ട് കേട്ടോ. പാമ്പ് ഉണ്ടായിരുന്നാലും ഈ ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ. കുഞ്ഞേച്ചി പപ്പയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പല്ലെടുക്കും പോലെ അല്ല. അയ്യോ, ബസ്, കുഞ്ഞേച്ചി ബസ് വരുന്നുണ്ട്. പോയിട്ട് വരാ. ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റിനെയൊക്കെ എടുത്തിങ്ങോട്ട് കളയണം. ഈ 2025 പോട്ടെ. പൊന്നു, ഞാൻ നിന്നെ ഇവിടുന്ന് തൊഴിച്ച് ഞാൻ മിക്കവാറും പടത്തിൽ നിങ്ങള് സുഖമായിട്ടിരിക്കണം കേട്ടോ കൂട്ടുകാരെ. ഒന്ന് ടെൻഷൻ അടിച്ച് ഒരു പരുവമായിട്ടുണ്ട്. പല്ലെടുത്തിട്ടരാ, സംഭവം വിളിക്കണം. കുഞ്ഞേച്ചി പേരെഴുതി ഒപ്പിടുന്നുണ്ട് കേട്ടോ. വായിച്ചു നോക്കിട്ടാണോ ഒപ്പിടുന്നത്? മലയാളത്തിൽ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ചു ഒപ്പിടാൻ കുഞ്ഞ ഇതെടുത്ത് കഴിഞ്ഞിട്ട് കാണാട്ടോ. അവിടെ കിടന്ന് കാട്ടിയ കോപ്രായം കണ്ടിട്ടുണ്ടായിരുന്നില്ലോട്ടല്ലോ. ഈ വീഡിയോ വൈറലായിരുന്നു. എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല, അലൗഡ് അല്ലായിരുന്നു. അപ്പൊ എടുത്തു കഴിഞ്ഞപ്പോ പെണ്ണ് പൊരിഞ്ഞ ചിരിയ, പെണ്ണിന് ചിരി നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ആ വില്ലനെ എടുത്തു കളഞ്ഞു. ഇതേപോലെ പല്ലൊക്കെ എടുക്കണം എന്ന് പറഞ്ഞവര് വെച്ചോണ്ടിരിക്കാണ്ട് എത്രയും പെട്ടെന്ന് എടുത്ത് കളയണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതേപോലെ പറഞ്ഞിരിക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോവാം. കൊച്ചിന് പല്ലൊക്കെ എടുത്തതിന്റെ നല്ല മിടുക്കിയായിട്ട് അവിടെ ഇരുന്ന് പല്ലെടുത്തതിന്റെ സന്തോഷത്തിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാം. കൊച്ചിനെ മിണ്ടാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ നിശബ്ദമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഞാനൊരു കുഞ്ഞു പല്ല്, പൊന്നിന് ഐസ്ക്രീം, പതിന് ഐസ്ക്രീം. പപ്പയുണ്ട്, കുഞ്ഞേച്ചിയുണ്ട്, പൊന്നുമുണ്ട്, കൂടെ ഐസ്ക്രീമുണ്ട്. പൊന്നിനോട് ചിരിക്കരുതെന്ന് വാതുറക്കെന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പൊന്നിന് ട്രസ്റ്റ് കൊടുക്കാം. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ചുട്ടോണിനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞ് കേൾക്കത്തില്ല. ഞങ്ങള് പപ്പയ്ക്ക് ഒരു കോട്ട് മേടിക്കാം. കോട്ട് കുഞ്ഞങ്ങട്ടോ. പൊന്നിന് മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് പൊന്നു മിണ്ടത്തില്ല. ആകെ വാശിയിലായിരിക്കും ഇന്നത്തെ വീഡിയോ പൊക്കോണ്ടിരിക്കുന്നത്. ഐസ്ക്രീം, ക്യാമറയുടെ ഫാനിൽ ഐസ്ക്രീം മേടിച്ചിട്ടാണ് പൊന്നു ഇപ്പൊ തണുപ്പ് പിടിച്ചോണ്ടിരിക്കുന്നത് കൂട്ടുകാരെ. കേട്ടോ, ആ മുഖത്തെ ആ ഒരു പ്രസന്നത നോക്കൂ. എന്റെ പല്ല് പറിച്ചപ്പോഴത്തെ പൊന്നപ്പന്റെ റിയാക്ഷൻ കാണണമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ മതി. അയ്യോ, ആ ചിക്കൻ എടുത്തില്ല, നീര് വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം വീട്ടിൽ ചെന്നിട്ട് കാണാം. നന്നായിട്ട് ഒരു മഹാറാണി കോസ്റ്റ്യൂം ഡെക്കറേഷനും ഫാഷൻ ഡിസൈനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്ക് ക്യാമറ തിരിക്കും. എന്നെ കൊച്ചമ്മ അലമാര മൊത്തം കുഴച്ചോ? പൊന്നു, നീ സംയമനം പാലിച്ചു കേട്ടോ. ഭയങ്കര വേദനയായിരുന്നല്ലേ? ഇല്ല, നല്ല രസമല്ലേ? മിണ്ടാൻ പറ്റൂല. അതിൻ്റെ ഇത്രയും ഭാഗമുണ്ടല്ലോ, വേറെന്തോ ഫീലാ. ന്യൂ ഇയർ മിണ്ടാണ്ടാക്കി കളഞ്ഞു. പക്ഷെ ഈ വർഷത്തോടെ എൻ്റെ എല്ലാ വേദനകളും തീരണം. ഞാനിന്ന് മിണ്ടാനുള്ള അവസ്ഥയിലായിട്ടുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ ന്യൂ ഇയർ സൂപ്പറായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു.
ന്യൂ ഇയറൊക്കെ ഇങ്ങനെയായിട്ടോ. പക്ഷേങ്കിൽ ന്യൂ ഇയറിന് മുന്നേ എനിക്ക് പല്ലുവേദന ഒന്ന് കുറയുന്നുണ്ടായിരുന്നു. ആ പല്ലിനെ നമ്മൾ എടുത്തു കേട്ടോ ഫൈനലി. പക്ഷെ ഇപ്പം നല്ല നീരുണ്ട്. അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ജനുവരി 2-ാം തീയതി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ കുറച്ച് വർത്താനൊക്കെ പറയാം. എന്നിട്ട് ഇച്ചിരി നീരൊക്കെ ഉണ്ട്, ഭയങ്കര പെയിനും ഉണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യോ അവിടെയല്ല, ഇവിടെയാ. അമ്മക്ക് അയ്യോ എൻ്റെ കൈയാണ് ഇടയ്ക്കിടയ്ക്ക് അറിയാണ്ട് വന്ന് തട്ടു കേട്ടോ. അമ്മയ്ക്ക് വേദന മുത്തേ, കയ്യിലാവൂന്നൊക്കെ. പൊള്ളാനത് ചൂടുവെള്ളമല്ല, ഐസാ. ആയിക്കോട്ടെ, മെല്ലെ വെക്കണേ. ഇതാണ് തണുപ്പ് വെച്ച് കൊടുക്കാനും പറഞ്ഞേ. ഇത് കൈ എനിക്ക് ഒന്നാമത് പുറത്ത് തണുപ്പും കൂടി ചെയ്തപ്പം കൈ ഭയങ്കര വേദന. അങ്ങനെ ന്യൂ ഇയർ നല്ല സൂപ്പറായിട്ട് ബെന്ന് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഡേ 2 ആണ്. നമുക്ക് ഇനി 2-3 ദിവസത്തേക്ക് എരിവും പുളിയും അങ്ങനെയുള്ള ചൂടുള്ളത് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് പിടിയും കോഴിയും കഴിച്ചതാട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് മര്യാദ കഴിച്ചിട്ടേ ഇല്ല, ഫുഡ് മര്യാദ കഴിച്ചിട്ടില്ല. അന്ന് തൊട്ട് ബെന്ന് ബ്രെഡ് ബെന്ന്, ഇതിലാണ് എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ നിങ്ങളുടെ ന്യൂ ഇയർ? ഞാൻ തടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, എങ്ങനെയുണ്ടെന്ന് പറയണം. ഞാൻ തടി വെച്ചതാണോ നല്ലത്, അതൊന്ന് മറ്റേ ആദ്യം ഇരുന്ന പോലെയാണോ നല്ലതെന്ന് വാ തുറന്ന് വർത്താനം പറയണം ഇന്ന് തൊട്ട്. അതാരണമാണ് വ്ളോഗ് എടുക്കുന്നത്. ഇന്നലെ ഒന്നും മിണ്ടാൻ പറ്റില്ല എന്നാണ് കാരണം ഞാൻ വ്ളോഗും എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. പിന്നെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. മൈഗ്രെയിൻ ഉള്ളത് കാരണം തോന്നുന്നു എനിക്ക് ഭയങ്കര തലവേദന കൂടുതലായിരുന്നു. പടക്കത്തിൻ്റെ ഒച്ചയോ ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഫോണൊന്നും നോക്കാൻ വയ്യ, ഫുള്ള്. ഇത്രയും നാൾക്ക് ശേഷം കേട്ടോ ഫോൺ അധികം യൂസ് ചെയ്യാത്ത ഒരു ദിവസം വന്നത് ഇന്നലെയാണ്.